കോടതി സിനിമ കാണാനെടുത്ത തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ജാനകി സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണൻ. കോടതി ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഒരുപാട് കലാകാരന്മാരുടെ അധ്വാനമാണ് സിനിമയെന്നും പ്രവീൺ നാരായണൻ പറഞ്ഞു. വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം. കാരണം ഇത് ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കൂടാതെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സിനിമയിൽ ഇറങ്ങിക്കിടക്കുന്നുണ്ട്. ശനിയാഴ്ച കോടതി സിനിമ കണ്ട് ബുധനാഴ്ച നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ശനിയാഴ്ച സിനിമ കാണുന്ന കാര്യത്തിൽ തന്നെ കോടതി എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് CBFCയുടെ റീജിയണൽ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും വരുമായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ സിനിമ കാണുന്നുണ്ടായിരിക്കും. ചിലപ്പം നമുക്ക് അറിഞ്ഞുകൂടെ എത്ര പേര് സിനിമ കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. എന്തായാലും കോടതി സിനിമ കാണാനൊരു തീരുമാനം എടുത്തതിൽ ഞങ്ങൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു മൊമെൻ്റാണിത്. ഒരു ഭയങ്കര സന്തോഷമുണ്ട്. മുഹ്സിന അസു വിശദാംശം നൽകും. മുഹ്സിന, പേരായിരുന്നു സെൻസർ ബോർഡിന്റെ പ്രശ്നം. ഒടുക്കം ആ പേരിന്റെ വിവാദം നീക്കാൻ, അതിലൊരു തീരുമാനം പറയാൻ സിനിമ കാണട്ടെ എന്ന് കോടതി തീരുമാനിച്ചത് എങ്ങനെയാണ്? ആ സിനിമ കണ്ടതിന് ശേഷം എപ്പോഴായിരിക്കും കോടതിക്കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു നിലപാട് പറയുക? ഏറെ വിവാദമായ ഒരു വിഷയത്തിൽ കോടതിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ, അതുപോലെ തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെ. പ്രധാനമായും ഇന്ന് 2 ഹർജികളാണ് പരിഗണിച്ചത്. ഒന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരായ കോസ്റ്റ് എന്റർടൈൻമെന്റ് നൽകിയ ഹർജി, അതായത് ഈ പേര് നിലനിർത്തണമെന്ന ഹർജി. അതുപോലെ തന്നെ സെൻസർ ബോർഡിന്റെ മറുപടി ഉണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉണ്ടായിരുന്നു. ഈ വിശദീകരണത്തിനെതിരായ മറ്റൊരു ഹർജിയുമാണ് ഇന്ന് ഹൈക്കോടതി ജസ്റ്റിസ് നഗരേഷ് പരിഗണിച്ചത്. നേരത്തെ തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ സിനിമ കണ്ടിട്ട് ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെന്നൊരു അപേക്ഷ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അതിന്റെ ഒരുപാട് കോടതി നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് നിരവധി സാങ്കേതികത്വങ്ങൾ ഉണ്ട്, അതുകൊണ്ട് സാധിക്കില്ല എന്നായിരുന്നു അന്ന് കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സിനിമ കണ്ട ശേഷം തീരുമാനം എടുക്കാൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജസ്റ്റിസ് നഗരേഷ് അറിയിച്ചിരിക്കുന്നത്. ഈ ശനിയാഴ്ച വൈകുന്നേരം പ്രത്യേകമായി തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ തന്നെയായിരിക്കും, അതായത് പാലാരിവട്ടത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ ശനിയാഴ്ച വൈകുന്നേരം സിനിമ കാണും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതിന് ശേഷം അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ സെൻസർ ബോർഡ് നൽകിയ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ, അതായത് ഈ സിനിമാ ചട്ടങ്ങളിലെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനങ്ങൾ പലതും ചൂണ്ടിക്കാട്ടിയാണ് സെൻസർ ബോർഡ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതടക്കമുള്ള വിശദീകരണങ്ങളാണ് തുടരെ നൽകിക്കൊണ്ടിരുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ തവണ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ച സമയത്ത് തന്നെ എന്തുകൊണ്ട് സിനിമ കണ്ടൊരു തീരുമാനം പറയാമെന്ന കോടതി നിലപാടിനോട് എന്താണ് സിനിമ നിർമ്മാതാക്കളുടെ ഒപ്പം ഹർജിക്കാരുടെ അഭിഭാഷകന്റെ പ്രതികരണം എന്തായിരുന്നു? നേരത്തെ നമ്മൾ സംവിധായകൻ പ്രവീൺ നാരായണന്റെ പ്രതികരണങ്ങൾ കേട്ടിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉൾപ്പെടെ പറയുന്നത് നേരത്തെ ഇവർ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചത് എന്നുള്ളൊരു സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനുശേഷം ഈ സിനിമ കൃത്യമായി കണ്ടതിന് ശേഷം തന്നെയാണ് ഈ കോടതി ഇതിലൊരു തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ സെൻസർ ബോർഡ് കൃത്യമായ അവർക്ക് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ കോടതി അതിൽ വിവിധ ചോദ്യങ്ങൾ ഈ സെൻസർ ബോർഡിനോട് പറയുകയും ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഹർജി പരിഗണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഹർജി കൂടി പരിഗണിച്ച ശേഷമാണ് നേരത്തെ, അതായത് ഈ കോസ്മോസ് എന്റർടൈൻമെന്റിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞ ആവശ്യം, അതായത് സിനിമ കണ്ടതിന് ശേഷം ഇതിലൊരു തീരുമാനമെടുക്കണം എന്നുള്ള നേരത്തെയുള്ള ആവശ്യം ഇന്ന് അത് വീണ്ടും ഉന്നയിക്കപ്പെട്ടു. എന്താണെങ്കിലും അത് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യം. എന്താണെങ്കിലും അത് സിനിമ കൂടി കണ്ടതിന് ശേഷമായിരിക്കും ഈ പേരുമായി ബന്ധപ്പെട്ട വിവാദം, എന്തുകൊണ്ട് സെൻസർ ബോർഡ് ഈ ഒരു പേരിനെ മാറ്റി നിർത്തുന്നു, അത് ആ പേര് നൽകാനാവില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം എടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു പരിശോധന കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക.